ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു രേഖയോട് പറയുക, നേര് രേഖച്ചി, നേര് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം രേഖ നേരെയാണ്. എൻ്റെ ഭഗവാനെ മുരുക, എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യത്തോടെ ജനിക്കണേ. അതിനുവേണ്ടി ഞാൻ വരുണേട്ടനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തി കാവടി എടുപ്പിച്ച് ശൂലം കുത്തിക്കോളാമേ. അത് കേട്ടതും അയ്യോ നേരല്ലേ രേഖയെ, നേരല്ലേ, നേർന്നു പോയി വരുണേട്ടാ, ഇനി വരുണേട്ടൻ ശൂലം കുത്തി കാവടി എടുത്തേ പറ്റൂ എന്നും നമ്മുടെ ഗീതു. ഈ സമയം പോടി, നീ എനിക്കിട്ട് പണി എന്നാന്ന് എനിക്കറിയാം. എന്തായാലും ദേ ഇതൊന്നും വേണ്ട, എല്ലാ വഴിപാടും കൂടെ ഒറ്റ ദിവസം വേണോ? പതുക്കെ പതുക്കെ പോരെ എന്നും രാധികാമ്മ. അത് കേട്ടതും നമ്മുടെ രാധിക അത് ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ, എല്ലാ വഴിപാടും പതുക്കെ പതുക്കെ നടത്താം, ഒറ്റയടിക്ക് വേണ്ട എന്നും പറയണേ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു അങ്ങനെ ഒരുമിച്ച് നടത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാവും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മകൻ ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാം. എന്നാൽ പിന്നെ രാധികാമ്മ ചെയ്തോ, രാധികാമ്മ ശൂലം കുത്തിക്കോ, വരണേട്ട് ശയനപ്രദർശനം നടത്തിക്കോളും. വേണ്ട വേണ്ട, ഇവൻ തന്നെ ചെയ്തോളും, ജനിക്കാൻ പോകുന്നത് ഇവൻ്റെ കുഞ്ഞല്ലേ, അപ്പം പിന്നെ ഇവനാണ് നേർച്ചയൊക്കെ ചെയ്യേണ്ടത്. അത് കേട്ടതും നമ്മുടെ വരുൺ, ശൂലം അമ്മ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, വേണ്ട, രണ്ടും നീ തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഒഴിഞ്ഞു മാറുക. ഈ സമയമാണെങ്കിൽ രാധിക ഒഴിഞ്ഞു മാറിയതും നമ്മുടെ വരുൺ ആകെ പെട്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ മോളെ ഇന്ന് തന്നെ ആയിക്കോട്ടെ, എന്തായാലും പൂജയും വഴിപാടൊന്നും മുടക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. ശരി അമ്മേ, ഞാൻ പോയി കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് മുകളിലേക്ക് ഓടിപ്പോവുക. ഈ സമയം ഗോവിന്ദ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണേട്ടനോട് കാർ എടുക്കുന്നു നൈസായിട്ട് പറഞ്ഞ് എസ്കേപ്പ് ആവും എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു, കണ്ണേട്ടാ ഞാൻ കാറിൻ്റെ കീ എടുക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ ഓട്ടം. ഈ സമയം ഗോവിന്ദ് കണ്ണിൽ സോപ്പ് തേച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കുക. എന്താ ഗീതു എന്താ? ഈ പെണ്ണ് പോയോ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അവൾ പോയല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് വരുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു ഓടിപ്പാഞ്ഞ് വരും. അപ്പോൾ വിജയലക്ഷ്മി, എൻ്റെ മോളെ ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല, ദേ ഇങ്ങനെയൊക്കെ ഓടിയാലുണ്ടല്ലോ അത് നിൻ്റെ കുഞ്ഞിനെ ബാധിക്കും. ഒന്ന് പോ അമ്മായിയമ്മേ, പണ്ടത്തെ അമ്മായിയമ്മമാരെ പോലെ ആകല്ലേ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാരെ തുള്ളിച്ചാടിയാ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, അത് അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം, പിന്നെ എൻ്റെ ഈ പഞ്ചാര അമ്മയുടെ ഐഡിയ കൊള്ളാട്ടോ, ഒരേ സമയം ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിടാതിരിക്കാനും കണ്ണേട്ടനെ ഒരു പണി കൊടുക്കാനും വരുണേട്ടന് 16ൻ്റെ പണി കൊടുക്കാനും കാണിച്ച ഈ നല്ല ബുദ്ധിയുള്ള മനസ്സിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുക. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. എന്തായാലും ഇന്നിന് DNA ടെസ്റ്റ് നടക്കില്ല. അതെന്താ മോളെ? ദേ ഞാൻ കണ്ണേട്ടൻ്റെ കാറും എടുത്തോണ്ടാണ് പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്നും വരുണേട്ടനോട്. അല്ല എങ്ങനെ പോകും? ദേ വരുണേട്ടനും രേഖച്ചും നിങ്ങളുടെ കാറിൽ പോയിക്കോ, പിന്നെ തിരിച്ചു വരുമ്പോൾ വരുണേട്ടന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയെ. അങ്ങനെ ആവുമ്പോൾ ഷിബു ഏട്ടനെ അയ്യപ്പെണ്ണും കൂട്ടി ഞാൻ പിന്നാലെ വന്നോളാം കണ്ണേട്ടൻ്റെ കാറിൽ. എന്തായാലും എനിക്ക് ഈ അവസ്ഥ വരുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണല്ലേ നീ മനഃപൂർവ്വം കാർ എടുത്തുകൊണ്ട് വരുന്നത്. അതെ അറിയാം. ഇങ്ങനെ പൂജകളുടെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ പാടില്ല, ചെല്ലു മോനെ എന്നും വിജയലക്ഷ്മി. ഇത് കേട്ടതും വരുൺ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് വിജയലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഈ സമയമാണെങ്കിൽ രാധിക അങ്ങോട്ട് വരിക. എടി വിജയലക്ഷ്മി, നീ മനഃപൂർവ്വം എൻ്റെ മോനിട്ട് പണി കൊടുത്താണെന്ന് എനിക്കറിയാടി. അല്ല രാധികെ, ഞാൻ നിൻ്റെ മോനിട്ടല്ല നിനക്കിട്ടാ പണി തന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നീയും നിൻ്റെ മകനും അനാർക്കലിയും പിന്നെ ഭാസ്കരനും ഊച്ചാളി ഭാസ്കരനും ചേർന്ന് എൻ്റെ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മാധവേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അറക്കലിൽ നിന്നും മാട്ടി ഇറക്കിയിരിക്കും. നീയും നിൻ്റെ ഭർത്താവും കൂടെ ചേർന്ന് ഈ കുടുംബത്തെ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം നിൻ്റെ വെറും തോന്നലും മാത്രമാണ് രാധികെ. നീ നോക്കിക്കോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനോ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മകനോ ഒരു പോറൽ പോലും ഞാൻ സമ്മതിക്കില്ലടി. പിന്നെ ഇത് എന്തായാലും ഞാൻ സന്തോഷിക്കുന്നൊരു കാര്യമാണ്. എനിക്കറിയാടി, നിനക്കും ഗീതുവിന് സന്തോഷിക്കാൻ വേണ്ടിയാ നീ എൻ്റെ മോനിട്ട് മനഃപൂർവ്വം പണി കൊടുത്തത്. ഇല്ല രാധിക, തെറ്റി. ഗീതുവിന് ഇതിൻ്റെ പേരിൽ സന്തോഷമാവുമെന്ന് എനിക്കറിയില്ല, അവളുടെ സന്തോഷവും ഇനി ചോദിച്ചറിഞ്ഞേ പറ്റും. പക്ഷേ എനിക്ക് നല്ല സന്തോഷമാണ് നിൻ്റെ മകൻ ഇങ്ങനെ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുന്നതും ശൂലം കവിളിൽ കുത്തി ഇറക്കി കാവടി എടുക്കുന്നതും അവന് ദൈവം കൊടുത്ത പണിയാടി. ഇത് നിനക്കിട്ടുള്ള അടിയാ എന്നും വിജയലക്ഷ്മി പറയുക. ഇത് കേട്ടതും അറിയാടി, എല്ലാം അറിയാം, എല്ലാത്തിനും ഞാനൊരു പകരം ചോദിക്കുന്നുണ്ട് നിന്നോട്, എല്ലാത്തിനും ഞാൻ ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് പോടി. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മാധവേട്ടൻ മരിക്കാൻ കാരണക്കാരായ നീയും നിൻ്റെ കൂട്ടാളി അനാർക്കലിയും ഊച്ചാളി ഭാസ്കരനും
ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മോളെ. ഇനി ഈ അറയ്ക്കൽ തറവാട്ടിൽ പറയുന്നത് കേട്ട് അല്ലല്ല എൻ്റെ മോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറയ്ക്കലമ്മ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അറയ്ക്കലിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം. നിന്നെയൊക്കെ നാട് കടത്താനും നിൻ്റെയൊക്കെ ജീവിതം കുളം തോണ്ടാനും എനിക്ക് നന്നായിട്ട് അറിയാടി എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അങ്ങ് പോവുക. ഈ സമയം രാധിക ഇതിനൊരു തിരിച്ചടി ഇവക്കിട്ട് കൊടുത്തേ മതിയാവും. എന്തെങ്കിലും ചെയ്ത് ആ കണ്ണനെ ഒന്ന് മനസ്സ് മാറ്റിയെടുക്കണം. ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു വിടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക നേരെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ്. വരുൺ ശയന പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ഹരഹരോ ഹരഹര, കുഴന്തേ മുരുകനുക്ക് ഹരഹരോ ഹരഹര, പഴനിമല മുരുകനുക്ക് ഹരഹരോ ഹരഹര, എൻ്റെ മുരുക പൊറുക്കണേ, എൻ്റെ വരുണേട്ടനോട് പൊറുക്കണേ, ക്ഷമിക്കണേ എന്ന് രേഖയും ഒപ്പം ഗീതവും അമ്മയുടെ അടിമയായ മകനോട് ക്ഷമിക്കണേ മുരുക, ഹരഹരോ ഹരഹര, അമ്മയുടെ അടിമയായ മകനെ പോലെ ഒരുത്തനോട് ക്ഷമിക്കണേ മുരുക, ഹരഹരോ ഹരഹര, സ്വന്തം സഹോദരനെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്ത ഈ ഭക്തനോട് പൊറുക്കണേ മുരുക, ഹരഹരോ ഹരഹര. അപ്പോൾ വരുൺ ഗീതുവിനെ നോക്കുക. അതെ, സത്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നെയാണോ അല്ലെങ്കിൽ മുരുകനെയാണോ വിളിക്കുന്നത്? അതെന്താ വരുണേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ അമ്മയുടെ അടിമയായ മകനെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എൻ്റെ കുഞ്ഞെ, അത് കുഞ്ഞിനെ അറിയില്ലേ? അമ്മയുടെ അടിമയായ മകനെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും അമ്മയുടെ അടിമയെന്ന് ഉദ്ദേശിച്ചത് അമ്മ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഉലകം ചുറ്റാൻ പഴനിമലയ്ക്ക് ഉലകം ചുറ്റാൻ പോയത്. ആ സമയത്താണല്ലോ അമ്മയോട് ദേഷ്യം കയറി പഴനിയിലോട്ടും പോയത്. അത് കേട്ടതും ഓ അങ്ങനെ. അപ്പം പിന്നെ സഹോദരനെ ചതിച്ചതെന്ന് പറഞ്ഞതോ? അത് മനസ്സിലായില്ലേ? അപ്പം ഗീതു, ഈശ്വര ഇവിടെ ഞാൻ എന്ത് പറയും? ഗണപതി കുഞ്ഞിനെ ചതിച്ചിട്ടാണല്ലോ, ഗണപതി കുഞ്ഞിനോടും മുരുകൻ കുഞ്ഞിനോടും കൂടിയാണല്ലോ വലം വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ മുരുകൻ കുഞ്ഞ് എന്ത് ചെയ്തു? ഭൂമിയെ വലം വയ്ക്കാൻ പോയി. എന്നാൽ ഗണപതി കുഞ്ഞ് ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? അമ്മയാച്ചനെയും വലം വെച്ചു. അപ്പോൾ സഹോദരനെ ചതിച്ചില്ലേ? അത് കേട്ടതും ഓ അങ്ങനെ. പക്ഷേ ഇതെല്ലാം എനിക്കിട്ടൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ വീണ്ടും ശയനപ്രവേശനം നടത്തും. അപ്പോൾ ഹരഹരോ ഹരഹര, വീണ്ടും വരുണിനെ കുത്തിക്കൊണ്ട് തന്നെ ഗീതു ഓരോ ശരണം വിളിക്കുമല്ലോ വിളിക്കുന്നുണ്ട്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. ഗീതു എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ രാധിക എന്തായാലും ഗോവിന്ദനിട്ട് ഒരു പണി കൊടുക്കാം എന്നും ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. കണ്ണാ, എന്താ? ഞാൻ ഗീതുവിനെയല്ലേ വിളിച്ചത്, നിങ്ങളെന്തിനാ വന്നേ? നീ എത്ര വിളിച്ചു കൂകിയാലും നിൻ്റെ ഗീതു ഇവിടെ ഇല്ല കണ്ണാ. അതെന്താ? ഗീതു എവിടെ പോയി? അവളെ ദേ വരുണിനെ പണി കൊടുക്കാൻ വേണ്ടി വരുണിനെ കൂട്ടി അമ്പലത്തിൽ പോയിരിക്കുക. വരുണിന് പണി കൊടുക്കാനോ? എന്ത് പണി? വരുണിനോട് ശയനപ്രവേശനം നടത്തണമെന്നും ശൂലം കുത്തണമെന്നും പാട്ടുകാരി വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ അത് കേട്ട് ആ ഗീതവും തുള്ളി വരുണിനെ കൂട്ടി പോയിട്ടുണ്ട് നിൻ്റെ കാറും എടുത്തോണ്ട്. പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. നീ രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഗീതു അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടതും ഗീതു അങ്ങനെയൊന്നും ചെയ്യില്ല, അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നും പറയുക ഗോവിന്ദ്. അത് കേട്ടതും എന്തായാലും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക, അതെ എത്രയൊക്കെ ആയാലും നിനക്ക് കൂടപ്പറപ്പ് സ്നേഹം ഉണ്ട് കണ്ണ. പക്ഷെ നീ കൂടപ്പറപ്പിനെ സ്നേഹിക്കുന്നതിൽ അവൾക്ക് താല്പര്യമൊന്നുമില്ല. രാധികാമ്മ ഇപ്പോൾ പോ, അവളെ ഞാൻ വിളിച്ചോളാം, രഞ്ജുനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം. എങ്ങനെ പോകും? നിൻ്റെ കാറും കൊണ്ടല്ലേ അവൾ പോയിരിക്കുന്നേ. വരുണിനെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ പേരിൽ നീ ആശുപത്രി പോകുന്നത് തടയാനായിട്ട് അവൾ നിൻ്റെ കാറും എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യമാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ടതും ഗോവിന്ദന് സംശയമായി. കാരണം ഗോവിന്ദന് മനസ്സിലായി രാധികാമ്മ എന്തൊക്കെയോ എരിപിരി കയറ്റി തൻ്റെ മനസ്സ് മാറ്റാനായിട്ട് വരുവാന്ന്. ഈ സമയം രാധികാമ്മ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ, ഞാൻ നോക്കിക്കോളാം. നിൻ്റെ പാട്ടുകാരി അമ്മയും നിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഈ അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് കണ്ണ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ നിന്നോട് എനിക്കുണ്ടായിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ നീ എന്നെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പക്ഷെ ഗീതു എന്തിനാ എനിക്ക് ഇങ്ങനെ ചെയ്തത്? ഗീതു ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. ഗീതു ചെയ്തത് ശരിയായില്ല, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ. പക്ഷെ രഞ്ജുനെ കൊണ്ട് ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയേ മതിയാകൂ, ഇവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് നേരെ ഇങ്ങനെ ഗീതുവിനെ വിളിക്കുക. അപ്പോൾ ഈ സമയം ഗീതു ആണെങ്കിൽ വരുണിന് ശൂലം കുത്തണ തിരക്കില്ല. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ ഫോണുണ്ട്. എടുക്കില്ല, അവിടെ എങ്ങും കാറ് കാണാതായപ്പോൾ വിളിക്കുക കള്ളൻ, ഞാൻ എടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഈ സമയം വേണ്ട സ്വാമി, ശൂലം കുത്തണ്ട സ്വാമി, ശൂലം നമുക്ക് പിന്നൊരു ദിവസം കുത്താം എന്നും പറയുക. അത് കേട്ടതും അത് പറ്റില്ല,
ശൂലം കുത്തിയാലേ കാര്യങ്ങൾ നടക്കുമായിരുന്നു കേട്ടാ. നേർച്ച തുറന്നിട്ട് അത് ചെയ്തില്ലെങ്കിലേ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് വരുണേട്ടൻ്റെ അമ്മയായിരിക്കും. അമ്മ അനുഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കവിളത്ത് ശൂലം കുത്തണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുത്തിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ടല്ല. രേഖയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഈ സമയമാണെങ്കിൽ നമ്മുടെ വരുണിരുന്ന് നിലവിളിക്കുക, വേണ്ട കുത്തണ്ട, കുത്തല്ലേ സ്വാമി എന്ന് പറഞ്ഞ്. അപ്പോൾ ഗീതു കുത്തു സ്വാമി. ഈ സമയം സ്വാമി എഴുന്നേറ്റ് വരുണിൻ്റെ കവളത്ത് ബലമായിട്ട് ശൂലം കുത്തി ഇറക്കുക. വരുണാണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞ് കരയുക. ഈ സമയം രേഖയ്ക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു സ്നേഹം വരുണിനോട് തോന്നുക. ഈശ്വര, എൻ്റെ വരുണേട്ടന് വേദനിക്കല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹരഹരോ ഹരഹര, എൻ്റെ വരുണേട്ടൻ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കണേ മുരുക ഭഗവാനെ, ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അയ്യപ്പൻ നായർ, അതേ കുഞ്ഞെ, ഇങ്ങനെ പറ്റില്ല എന്ന് പറയരുത്, അതുകൊണ്ടാണ് വേദനിക്കുന്നത്. പോടോ, തൻ്റെ കവളല്ലല്ലോ, എൻ്റെ കവളല്ലേ വേദനിക്കുന്നത്, മിണ്ടാതെ അവിടെ നിന്നോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ ഇങ്ങനെ ആട്ടിപ്പായിക്കുക. ഈ സമയം വരുണേട്ടൻ ഇന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് രഞ്ജുവിനെ പോലെയോ എൻ്റെ കണ്ണേട്ടനെ പോലെയോ ഒരു കുഞ്ഞിനെ നമ്മുടെ രേഖച്ച് നമുക്ക് സമ്മാനമായിട്ട് തരും. കുഞ്ഞെ ഗീതു, രഞ്ജുവിനെ പോലെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഗോവിന്ദനെ പോലെയാണെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അത് കേട്ടത് വെറുതെ അല്ല പെണ്ണ് കിട്ടാത്തത്, നിങ്ങളുടെ നാവ് ശരിയല്ല എന്നും പറഞ്ഞ് ഗീതു അയ്യപ്പനെ തുറച്ചു നോക്കുക. ഈ സമയം കാവടി എടുത്ത് വരുൺ തുള്ളിക്കൊണ്ട് പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും നമ്മുടെ രഞ്ജുവിനെയുമാണ്. അവർ രണ്ടുപേരും റെഡിയായിട്ട് താഴേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ തോളത്ത് പോയി ഇങ്ങനെ തോണ്ടുക. അപ്പോൾ വിജയലക്ഷ്മി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അത് മോനെ, നിങ്ങളെങ്ങനെ ഹോസ്പിറ്റലിൽ പോവും? ഗീതു മോൻ്റെ വണ്ടിയും കൊണ്ട് പോയില്ലേ? എന്ത് ചെയ്യാനാ, അവളെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഞാനൊരു കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയും കൊണ്ട് അവൾ പോയി. അവൾ ഹോസ്പിറ്റലിൽ പോകാമെന്നില്ല എന്നുള്ള കാര്യം നോക്കാം. അവൾ എന്തിനാ എന്നോട് ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് അവൾക്ക് ഇനി എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നറിയില്ല. മോൻ അവളോട് ദേഷ്യമുണ്ടോ? ഏയ്, ഞാൻ അവളോട് ദേഷ്യപ്പെടും അമ്മേ. അവളെൻ്റെ എല്ലാമല്ലേ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? അവളെനിക്ക് എന്നും എല്ലാമാ. അങ്ങനെയുള്ളപ്പോൾ അവളോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ലമ്മേ. പക്ഷേ അവൾ എന്നോട് ദേഷ്യപ്പെടുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്കെന്നും അവൾ പ്രിയപ്പെട്ടവൾ തന്നെയാ അമ്മേ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് പറയുക. ഈ സമയം മോനെ, അവൾ വന്നിട്ട് പോ, അത് തന്നെ ഞാനും കരുതിയത്. പക്ഷെ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ പോകാതിരിക്കുന്നത്? രഞ്ജുവിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാമെന്ന് ഡോക്ടറെ വിളിച്ച് പറയുകയും ചെയ്തു, അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ പോകാതിരുന്നാൽ അത് ശരിയല്ലല്ലോ. നമ്മളിത് വാക്ക് പാലിക്കാത്തവരാണെന്ന് ഡോക്ടർമാർ പോലും കരുതില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്, എന്തായാലും ഞാനൊന്ന് ഇവളെ കൊണ്ട് പോയിട്ട് വരാമേ. അല്ല മോനെ, അപ്പോൾ കാറ്? എൻ്റെ അമ്മേ, നമ്മുടെ വീട്ടിലുള്ള വണ്ടിയാണോ ലോകത്തെ അവസാനത്തെ ആദ്യത്തെ വണ്ടി? അല്ലല്ലോ. ഈ നാട്ടിലെ ടാക്സിയും കാറും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ മതി, അവർ പറന്നിങ്ങെത്തും. ഞങ്ങൾ ഏതായാലും ടാക്സി വിളിച്ച് പോയിക്കോളാം. അയ്യോ മോനെ, മോൻ ടാക്സിയിൽ പോകുന്നത് ശരിയാണോ? എന്താ കുഴപ്പം? ഇപ്പോഴല്ലേ ഈ പണവും പദവിയൊക്കെ ഉണ്ടായത്. ഇതിനു മുമ്പ് നടന്നു വരെ പോയിട്ടുണ്ടമ്മേ. അതുകൊണ്ട് ടാക്സി വിളിക്കാനൊന്നും എനിക്കൊരു നാണക്കേടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി, മോളെ രഞ്ജു, നിനക്ക് പറയാറുന്നില്ലേ ഗീത് വന്നിട്ട് പോകാമെന്ന്? എൻ്റെ അമ്മയെ ഞാൻ കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഗോവിന്ദേട്ടന് ഒരേ വാശി, എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ ആകണമെന്ന്. പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിന്നത്. എന്തായാലും ഗോവിന്ദേട്ടൻ്റെ ആഗ്രഹമല്ലേ, പോയിട്ട് വരാം, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? എന്നാലും മോളെ, ഗീതു വരുമ്പോൾ എന്ത് വിചാരിക്കും? ഗീതു വിചാരിക്കില്ലേ ഗീതുവിനെ ഇട്ടേച്ച് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയെന്ന്? അതൊക്കെ ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു നോക്കി. പക്ഷെ ഗോവിന്ദേട്ടൻ കേൾക്കണ്ടേ? ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഒരേ വാശിയമ്മേ, അതാ എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു അങ്ങോട്ട് പോവുക. ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി ആലോചിക്കുക, ഈശ്വര, ഗോവിന്ദനെ രഞ്ജുവിനെ വിടാതിരിക്കാനാണ് ഗീതു ഇത്രയും പാടുപെട്ട് കാറും കൊണ്ട് പോയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെ പ്രശ്നമാവുമല്ലോ ഈശ്വര. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വരുണിന് പണി കൊടുക്കാൻ വേണ്ടി ഗീതു പോയിരിക്കുക. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയാണെന്ന് ആരോടാ ഞാനിപ്പോൾ പറയുക? എന്തായാലും ഗീതുവിനെ ഒന്ന് ഫോൺ വിളിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ എടുത്ത് ഗീതുവിനെ വിളിക്കുക. കുറേ വിളിച്ചിട്ടും ഗീതു ഫോൺ എടുക്കുന്നില്ല. ദൈവമേ, ഗീതു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഗോവിന്ദൻ രഞ്ജു പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും? DNA ടെസ്റ്റ് എടുക്കും. എന്ത് നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോ അത് നടക്കാൻ പോവുക. ഭാസ്കരൻ്റെ മകളല്ല രഞ്ജു എന്നുള്ള സത്യം ഗോവിന്ദ് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യം വീണ്ടും ഉയരും. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ രഞ്ജു എൻ്റെ മകളല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് കയ്യും കൊടുത്തത് ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു വരുണിനെ നോക്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക, വരുണിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി,
ഈ ഗീതു എന്താ ഫോൺ എടുക്കാത്തത്, ഒന്നുകൂടെ വിളിക്കാം എന്നാലോചിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുക. പക്ഷേ ഫോൺ എടുത്തില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. കണ്ണേട്ടൻ പറഞ്ഞിട്ടായിരിക്കും അമ്മ വിളിക്കുന്നതെന്ന് ഓർത്താണ് ഗീതു ഫോൺ എടുക്കാത്തത്. പക്ഷെ വലിയ അപകടത്തിലേക്കാണ് ഗോവിന്ദും രഞ്ജുവും പോകുന്നതെന്ന് അറിയാതെ നമ്മുടെ ഗീതു അവിടെ സന്തോഷിക്കുമ്പോൾ ഇവിടെ വിജയലക്ഷ്മി ടെൻഷൻ അടിച്ച് വീണ്ടും ഹൃദയത്തിന് പണി മുടക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.